നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ദേശീയപാതയിൽ അമിതഭാരം കയറ്റിവന്ന് അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. 20,000 രൂപ പിഴ ഈടാക്കി തൃശൂർ RTO എൻഫോഴ്സ്മെന്റ്. അമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്നത് മൂലം ഗതാഗതക്കുരുക്ക് പതിവായ സാഹചര്യത്തിൽ ടോൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഇടക്കാല ഹർജി ജൂൺ 2 ഹൈക്കോടതി വാദത്തിനെടുക്കും. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർ പാലം അപകടാവസ്ഥയിൽ. പാലം ബലപ്പെടുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. NCTV വാർത്താ തുണയായി മുപ്ലിയം സ്വദേശിനി കല്യാണിക്ക് ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക തൊഴിലാളി ക്ഷമനിധി ആനുകൂല്യത്തിന്റെ 2ാം ഗഡു അനുവദിച്ചു കിട്ടി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 4 ദിവസത്തിനിടെ 717 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 227 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്താകെ 2710 പേരാണ് ചികിത്സയിലുള്ളത്. 430 കേസുകളാണ് തിങ്കളാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത്. 4 ദിവസം കൊണ്ട് ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1147 ഉയർന്നു. 3 മരണം കൂടി ഈ ദിവസങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 511 പേർക്കാണ് രാജ്യത്താകെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 227 കേസുകളും കേരളത്തിലാണ്. 72 പേർക്കാണ് 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് രോഗമുക്തിയുണ്ടായത്. പുതിയ ജില്ലാതല കണക്കുകൾ കേരളം പുറത്തുവിട്ടിട്ടില്ല. കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ എന്നാണ് വിവരം. മറ്റ് സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുന്നുണ്ട്. എങ്കിലും കേരളമാണ് കണക്കുകളിൽ മുന്നിലുള്ളത്. ദേശീയപാതയിൽ അമിതഭാരം കയറ്റിവന്ന് അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. 20,000 രൂപ പിഴ ഈടാക്കി തൃശൂർ RTO എൻഫോഴ്സ്മെന്റ്. അപകടകരമായി ഓടിയ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ NCTVക്ക് ലഭിച്ചു. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമിതഭാരം കയറ്റി ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ് ലോറി ദേശീയപാതയിലൂടെ കടന്നുപോയത്. മറ്റു വാഹനയാത്രക്കാർക്ക് അപകടകരമായ രീതിയിലാണ് വാഹനം കടന്നുപോയിരുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് കൊടകര പോലീസ് വാഹനം നെല്ലായിയിൽ വെച്ച് പിടികൂടി. തുടർന്ന് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, MVI K അശോക് കുമാർ, MVI M വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ വാഹന ഉടമയിൽ നിന്നും 20,000 രൂപ പിഴ ഈടാക്കി. അമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്നത് മൂലം ഗതാഗതക്കുരുക്ക് പതിവായ സാഹചര്യത്തിൽ ടോൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഇടക്കാല ഹർജി ജൂൺ 2 ഹൈക്കോടതി വാദത്തിനെടുക്കും. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന്റെ ബെഞ്ചിൽ വാദം കേൾക്കുന്നത്. നിർമ്മാണത്തിന് ചിലവായ സംഖ്യയേക്കാൾ കരാർ കമ്പനിക്ക് അമിതമായ ലാഭം ലഭിച്ചിട്ടുള്ളതിനാൽ ടോൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് ടോൾ പിരിവിന്റെ കാലാവധി 2026 നിന്ന് 2028 നീട്ടിക്കൊടുത്ത ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടും കരാർ പ്രകാരമുള്ള പണികൾ നടത്താത്തതിനാൽ ടോൾ പിരിവ് നിർത്തണമെന്നും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താതെ ടോൾ പിരിവ് നടത്തുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ഷാജി കോടങ്കണ്ടത്ത് അഡ്വക്കേറ്റ് KB ഗംഗേഷ് മുഖാന്തിരം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇദ്ദേഹത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി ടോൾ കമ്പനിയോടും ദേശീയപാത അതോറിറ്റിയോടും ടോൾ കമ്പനിക്ക് ചെലവായ സംഖ്യയും ഇതുവരെ പിരിച്ച ടോളിന്റെ കണക്കും അറ്റകുറ്റപ്പണിക്ക് ചെലവായ സംഖ്യയും ടോൾ നടത്തിപ്പിന് ചെലവായ സംഖ്യയും ന്യായമായ ലാഭവും കാണിക്കുന്ന കണക്ക് ഹാജരാക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റി ടോൾ കമ്പനിയെ ന്യായീകരിച്ച് മറുപടി ബോധിപ്പിച്ചിരുന്നതാണ്. ഇതേ തുടർന്ന് ചീഫ് ജസ്റ്റിസ് മുൻപാകെ കേസ് കഴിഞ്ഞയാഴ്ച വാദത്തിന് എടുത്തിരുന്നതാണ്. ഭൂഗർഭപാത പണി നടക്കുന്നത് മൂലം രൂക്ഷമായ കുരുക്കിൽ യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുന്നതിനാൽ താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇടക്കാല ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 2-ാം തീയതി കേസ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിന്റെ ബെഞ്ചിൽ വാദം കേൾക്കുന്നത്.
മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർ പാലം അപകടാവസ്ഥയിൽ. പാലം ബലപ്പെടുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. മറ്റത്തൂർ പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പാലത്തിന് യാതൊരു തകരാറും കാണാൻ കഴിയില്ല. എന്നാൽ താഴെ വലിയ തോട്ടിൽ ഇറങ്ങി നിന്നാൽ പാലത്തിനടിയിലെ കാഴ്ചകൾ ഭീതിപ്പെടുത്തുന്നതാണ്. പാലത്തിന്റെ അസ്ഥിവാരം തകർന്ന നിലയിലാണ്. അടിത്തറയിൽ നിന്ന് കല്ലുകൾ ഇളകി മാറിയിട്ടുണ്ട്. ബീമുകളിൽ കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന റോഡാണിത്. സമീപത്തെ 2 ക്വാറികളിൽ നിന്ന് ടൺ കണക്കിന് ഭാരം കയറ്റിയ വലിയ ടോറസ് ലോറികൾ ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകളും സ്കൂൾ ബസ്സുകളും മറ്റ് നിരവധി വാഹനങ്ങളും സഞ്ചരിക്കുന്ന പാതയിലാണ് മറ്റത്തൂർ പാലം ഉള്ളത്. പാലത്തിനടിയിലെ വലിയ തോട്ടിൽ കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തിയവരാണ് പാലത്തിന്റെ അപകടാവസ്ഥ ശ്രദ്ധിച്ചത്. ഇത് സംബന്ധിച്ച് പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകനായ സജീവ് കുമാർ പൈങ്കയിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ പലതവണ പരാതി നൽകിയെങ്കിലും അധികൃതർ കാര്യം ഗൗരവമായി എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിന് തൊട്ട് സമീപമുള്ള ഒരു പാലത്തിന്റെ അടിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഈ പാലത്തെ സംബന്ധിച്ച് ഏകദേശം 40ഓളം ബസ്സുകൾ ഇതിലേക്ക് കടന്നു പോകുന്നുണ്ട്, സ്വകാര്യ ബസ്സുകൾ. അതുപോലെ തന്നെ ടോറസുകൾ ഏകദേശം 80 ടണ്ണോളം വരുന്ന ടോറസുകളാണ് കടന്നു പോകുന്നത്, 2 പാറമടയിലേക്കായിട്ട് വരുന്നത്. അതുകൂടാതെ ധാരാളം ഓട്ടോറിക്ഷകൾ, ബൈക്കുകൾ, അതുകൂടാതെ ഈ 2 സ്കൂളിലേക്ക് വരുന്ന കുട്ടികളൊക്കെ കടന്നു പോകുന്ന ഒരു പാലമാണിത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഈ പാലത്തിനുള്ളത്. ഇതിന്റെ കോൺക്രീറ്റ് എല്ലാം ദ്രവിച്ചു പോയി, കമ്പികളൊക്കെ തുരുമ്പിച്ച് ഏത് നിമിഷവും നിലം പൊത്തി വീഴാവുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ വലിയൊരു ദുരന്തം ഒഴിവായി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെടണമെന്നാണ് സ്നേഹപൂർവ്വം എനിക്ക് പറയാനുള്ളത്. അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ പാലം കൂടുതൽ ദുർബലപ്പെടുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി ബലപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന മറ്റത്തൂർ പാലത്തിന്റെ അടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പുറംകാഴ്ചയിൽ മുകളിൽ നിന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കൂടി ഈ പാലത്തിന്റെ അടിയിലെത്തിയാൽ കാഴ്ചകൾ വ്യത്യസ്തമാണ്. പലയിടത്തും കോൺക്രീറ്റ് അടർന്നു വീണും കമ്പികൾ പുറത്തായും അപകടകരമായ അവസ്ഥയിലാണ് പാലം നിലകൊള്ളുന്നത്. വലിയ അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി ജെ പ്ലാക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിർത്തുന്നതിന് ആഹ്വാനം ചെയ്തു. പുകയിലയുടെ ഉപയോഗം വരുത്തിവെക്കുന്ന വിപത്തിനെ കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ് ക്ലാസ് എടുത്തു. ഡോക്ടർ അനുപമ, സ്റ്റാഫ് നഴ്സ് സിനി ജോൺ, ഫാർമസിസ്റ്റ് ബബിത, ലാബ് ടെക്നീഷ്യൻ ആശ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യത്തിന്റെ 2ാം ഗഡു അനുവദിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഈ വയോധിക. നേരത്തെ NCTVയുടെ ഇടപെടലിലാണ് കല്യാണിക്ക് അവകാശപ്പെട്ട ആനുകൂല്യത്തിന്റെ ആദ്യ ഗഡു ലഭ്യമായത്. സന്തോഷമായിരിക്കും. എനിക്ക് ആരും സഹായിക്കാനില്ല. എനിക്ക് സന്തോഷമായിരിക്കും. ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓപ്പറേഷത്തിന് പോവാണ്. എനിക്ക് സന്തോഷമായിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. സന്തോഷം, ഒരുപാട് സന്തോഷം. ഇനി എനിക്കെന്റെ കണ്ണിന്റെ ശസ്ത്രക്രിയ നടത്തണം. മുപ്ലിയം ഓഞ്ഞാടൻ വീട്ടിൽ കല്യാണി എന്ന വയോധികയുടെ വാക്കുകളിലും മുഖത്തും ഇപ്പോൾ ആശ്വാസം അലയടിക്കുകയാണ്. 30 ദിവസത്തിനകം അവകാശപ്പെട്ട ആനുകൂല്യത്തിന്റെ 2ാം ഗഡു തുകയായ 7500 രൂപ ഇവരുടെ അക്കൗണ്ടിലെത്തുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് ഇവർക്ക് ലഭിച്ചു. 60 വയസ്സുവരെ ക്ഷേമനിധി ബോർഡിൽ കല്യാണി കൃത്യമായി തന്റെ അംശാദായം അടച്ചു പോന്നിരുന്നു. 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യത്തിനായി പണം അടച്ചതിന്റെ എല്ലാ രേഖകളും ക്ഷേമനിധി ഓഫീസിൽ നൽകിയിരുന്നുവെങ്കിലും ആനുകൂല്യം ലഭ്യമായില്ല. ഇത് സംബന്ധിച്ച് NCTV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിന്റെ സഹായത്തോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. കല്യാണിക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ ഹാജരായ KG രവീന്ദ്രനാഥ് വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. പരാതി ബോധ്യപ്പെട്ട കമ്മീഷൻ ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയുകയും ആനുകൂല്യത്തിന്റെ ആദ്യ ഗഡു ഉടൻ നൽകുവാൻ ഉത്തരവിടുകയും ചെയ്തു.
ഇതിന്റെ ഫലമായി 2023 മെയ് മാസത്തിൽ കല്യാണിക്ക് 7,500 രൂപ അക്കൗണ്ടിലെത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് രണ്ടാം ഗഡു ലഭിക്കാൻ വൈകിയതോടെ കല്യാണി വീണ്ടും രവീന്ദ്രനാഥിന്റെ സഹായം തേടുകയായിരുന്നു. ഇദ്ദേഹം വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടിലാണ് ഇപ്പോൾ രണ്ടാം ഗഡു അയക്കുന്നതിന് ഫണ്ട് സർക്കാർ അനുവദിച്ചതായും 30 ദിവസത്തിനകം 7,500 രൂപ കല്യാണിയുടെ അക്കൗണ്ടിൽ എത്തുമെന്നും അറിയിച്ചുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ലഭിച്ചത്. ഈ അമ്മയുടെ കർഷക തൊഴിലാളി ക്ഷേമ നിധിയിലത്തെ പൈസ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഇവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസുകൾ കയറാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് ഗഡു 2023 കിട്ടി. പിന്നത്തെ ഗഡു വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ അപ്പീൽ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 30 ദിവസത്തിനുള്ളിൽ ഈ അമ്മയ്ക്ക് പൈസ കൊടുക്കാമെന്ന് ബോർഡ് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഹിയറിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തോടു കൂടി ഈ കേസ് അവസാനിച്ചു. അമ്മ ഹാപ്പിയാണ്, അതിലുപരി ഞാനും ഹാപ്പിയാണ്. ഇരു കണ്ണുകൾക്കും തിമിരം ബാധിച്ച കല്യാണി തുക കയ്യിൽ കിട്ടിയാൽ ഉടൻ തിമിര ശസ്ത്രക്രിയ നടത്തി കാഴ്ച വീണ്ടെടുക്കാനുള്ള സന്തോഷത്തിലാണ്. സന്തോഷമായിരിക്കും. എനിക്ക് ആരും സഹായിക്കാനില്ല. എനിക്ക് സന്തോഷമായിരിക്കും. ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓപ്പറേഷത്തിന് പോവാണ്. എനിക്ക് സന്തോഷമായിരിക്കും. എല്ലാവർക്കും തന്നെ രവിയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നത്. അപ്പൊ അവനാണ് ഈ കാര്യങ്ങൾ നടത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ കാശ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഓപ്പറേഷത്തിന് പോവാണ്. എനിക്ക് കണ്ണാണ് വലിയ കാര്യം. അർഹതപ്പെട്ട ആനുകൂല്യത്തിനായി കാത്തിരിക്കേണ്ടി വരുന്ന നിസ്സഹായരായ നിരവധി പേരുടെ പ്രതിനിധിയാണ് കല്യാണി. എന്തിനാണ് സർക്കാർ കാര്യങ്ങളിൽ ഇത്തരം കാലതാമസമെന്ന ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരമില്ല. സേവനങ്ങൾ ലഭ്യമാക്കേണ്ട കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ടാകുന്ന കാലതാമസങ്ങൾ പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധികൾ പല വിധത്തിലാണ്. തനിക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടി വന്നെങ്കിലും ആ ആനുകൂല്യം ലഭ്യമായതിൻ്റെ സന്തോഷത്തിലാണ് കല്യാണി ചേച്ചി. മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിൻ്റെ ഇടപെടൽ കൂടിയാണ് അതിന് സഹായിച്ചത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. NCTV ഇമ്പാക്ട് 4 ദിവസമായി ആമ്പല്ലൂർ കല്ലൂർ റോഡിലെ പാടം വഴിയിൽ കാറ്റിൽ വീണ മരങ്ങൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു. കാറ്റിൽ വീണ മരങ്ങൾ പൂർണ്ണമായും നീക്കാത്തത് ഗതാഗതത്തിന് ഭീഷണിയാകുന്നുവെന്ന് NCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡിന്റെ പകുതിയോളം മറിഞ്ഞു വീണ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടക്കുകയും ഇത് കാഴ്ച മറയ്ക്കുകയും ചെയ്യുകയായിരുന്നു. രാത്രിയിൽ വെളിച്ചക്കുറവുള്ളപ്പോൾ റോഡിൽ മരം കിടക്കുന്നത് കാണാതെ അപകടങ്ങൾക്കും ഇടയാകുമായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ റോഡിലെ തടസ്സങ്ങൾ നീക്കി ഗതാഗതം സുഗമമാക്കി. വൈസ്മാൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൗൺ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിജയകുമാർ പുതുക്കാട്ടിലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ചുമതലയേൽക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5:30 നന്ദിക്കര തേജസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കമ്മ്യൂണിറ്റി സർവീസിന്റെ ഉദ്ഘാടനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് നിർവഹിക്കും. PS ഫ്രാൻസിസ് ഇൻസ്റ്റലേഷൻ സെറിമണി നിർവഹിക്കും. റീജിയണൽ ഡയറക്ടർ KM ഷാജി ആശംസാ പ്രസംഗം നടത്തും. വാർത്താ സമ്മേളനത്തിൽ വിജയകുമാർ പുതുക്കാട്ടിൽ, KL സുരേഷ്, K മുരളീധരൻ, വർഗീസ് കോക്കാടൻ എന്നിവർ പങ്കെടുത്തു. 100 വർഷത്തിലേറെ 80 രാഷ്ട്രങ്ങളിൽ അധികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലുമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന വൈസ്മാൻ ഇൻ്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ പുതുക്കാട് യൂണിറ്റ് പുതുക്കാട് ടൗൺ ക്ലബ്ബ് 2016 ആരംഭിക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ച് പുതുക്കാട് സർക്കാർ ആശുപത്രി വൈസ്മാൻ ക്ലബ്ബ് പുതുക്കാടിൻ്റെ 2016 തൊട്ട് 2025 ഈ കാലഘട്ടം വരെയുള്ള എല്ലാ നല്ല നല്ല പ്രവർത്തനങ്ങൾക്കും നെടുന്തൂണായി പ്രവർത്തിച്ച് 3.5 കൊല്ലക്കാലം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ടും ഈ വൈസ്മാൻ ക്ലബ്ബ് പുതുക്കാടിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ, മറ്റുള്ള ക്ലബ്ബുകളൊപ്പം നിർത്താൻ അശ്രാന്തം പരിശ്രമിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വിജയകുമാർ പുതുക്കാടിലിന് ഡിസ്ട്രിക്ട് ഗവർണറായിട്ട്
ജൂൺ 1 വൈകിട്ട് 5:30 മണിക്ക് തേജസ് ഓഡിറ്റോറിയത്തിൽ സ്ഥാനം ഏൽക്കിടുകയാണ്. പുതുക്കാടുള്ള ഏവർക്കും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. 6 മണിയോടുകൂടി DGI വിജയേട്ടൻ സ്ഥാനം ഏൽക്കുന്നതാണ്. അതിലേക്ക് എല്ലാ ജനങ്ങളെയും പുതുക്കാടുള്ള എല്ലാ ജനങ്ങളും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും MBBS പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ അബി കെ ജെയ്സനെയും കോൺഗ്രസ് തെക്കേത്തുറവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വർഗീസ് തെക്കേത്തല അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾക്കുള്ള പഠനസഹായ ഉപകരണങ്ങളുടെ വിതരണം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ KJ ജോജു നിർവഹിച്ചു. ജോജു കുറ്റിക്കാട്, ലിൻസൺ പല്ലൻ, വാർഡ് പ്രസിഡന്റ് വിപിൻ കുറ്റിക്കാടൻ, റീന ജെയ്മി എന്നിവർ പ്രസംഗിച്ചു. വാർഡ് കോൺഗ്രസ് ഭാരവാഹികളായ ഹരി പേഴേരി, രാധാകൃഷ്ണൻ അമ്പാടി, ജാൻസി ചെറുശ്ശേരി, KR മനോജ്, മേരി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, MPTA പ്രസിഡന്റ് നിജി വത്സൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K വൃന്ദാകുമാരി, പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, PTA വൈസ് പ്രസിഡന്റ് അമ്പിളി ലിജോ, അധ്യാപകരായ B ബിജു, G സതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് രക്ഷിതാക്കൾക്കായി നടത്തിയ ശില്പശാലയിൽ ഫോർത്ത് വേവ് ഫൗണ്ടേഷനിലെ കാറ്റലിസ്റ്റ് മഞ്ജു ഡേവിസ് ക്ലാസ് നയിച്ചു. നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി ആൻഡ് വായനശാലയുടെ സ്ഥാപകാംഗവും ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന NM വേലുക്കുട്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ വായനശാലയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് അധ്യക്ഷനായിരുന്നു. ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ, നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, PK കൃഷ്ണൻകുട്ടി, സെക്രട്ടറി VS സുബീഷ്, TM ശിഖാമണി എന്നിവർ സംസാരിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 3 നടക്കുന്ന ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൺവീനർമാരെ തിരഞ്ഞെടുത്തു. ജനറൽ കൺവീനറായി ഷോജൻ D വിജയത്തിലിനെയും ജോയിന്റ് കൺവീനറായി വർഗീസ് കളത്തിങ്കലിനെയും തിരഞ്ഞെടുത്തു. ഫുഡ് കൺവീനർ ഷാജു വെളിയൻ, പബ്ലിസിറ്റി കൺവീനർ പീറ്റർ ആലങ്ങാട്ടുകാരൻ, സെക്രട്ടറി ഷീന തോമസ് തുടങ്ങി 12 കൺവീനർമാരും ജോയിന്റ് കൺവീനർമാരും കമ്മിറ്റി അംഗങ്ങളുമടക്കം 101 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ നഗരത്തിൽ കൗതുക കാഴ്ചയായി വാനരന്റെ സ്വൈരവിഹാരം. കുറുപ്പം റോഡിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ കുരങ്ങൻ. എന്നാൽ ആളുകളെ ആക്രമിക്കുകയോ ശല്യം ചെയ്യാനോ മുതിരുന്നില്ല. ആളുകൾ ബജിയും മറ്റ് ആഹാര സാധനങ്ങളും നൽകുന്നത് വാങ്ങി പോവുകയാണ് പതിവ്. ആളുകളോട് വളരെ ഇണക്കം കാണിക്കുന്ന ഈ കുരങ്ങൻ എങ്ങനെ നഗരത്തിൽ എത്തിപ്പെട്ടു എന്നതിൽ വ്യക്തതയില്ല. ശനിയാഴ്ച രാവിലെ മുതലാണ് കുരങ്ങനെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം 2025 ഞായറാഴ്ച രാവിലെ 9:30 പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ നടക്കും. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗംഗാ ഗോപി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടകങ്ങൾക്കുള്ള 2024 സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. തൃശൂർ വള്ളുവനാട് ബ്രഹ്മയുടെ വാഴ്വേ മായം മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവാണ് മികച്ച 2ാമത്തെ നാടകം. മികച്ച സംവിധായകനായി ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള സംവിധാനം ചെയ്ത രാജേഷ് ഇരുളം തിരഞ്ഞെടുക്കപ്പെട്ടു. മിഠായി തെരുവ് സംവിധാനം ചെയ്ത രാജീവൻ മമ്മിളിയാണ് മികച്ച 2ാമത്തെ സംവിധായകൻ. വാഴ്വേ മായം എന്ന നാടകത്തിൽ സാമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോൺസൺ ഐക്കര മികച്ച നടനായും, തിരുവനന്തപുരം സംഘകേളിയുടെ ലക്ഷ്മണരേഖ എന്ന നാടകത്തിൽ
സീതാലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീജ NK മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ലക്ഷ്മണരേഖയിലൂടെ മുഹാദ് വെമ്പായം മികച്ച നാടകകൃത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായി. വാഴ്വേ മായം രചിച്ച ഹേമന്ത് കുമാറാണ് മികച്ച രണ്ടാമത്തെ നാടകകൃത്ത്. മിഠായി തെരുവ് എന്ന നാടകത്തിലൂടെ കലവൂർ ശ്രീലൻ മികച്ച രണ്ടാമത്തെ നടനായും വനിതാ മെസ് എന്ന നാടകത്തിലൂടെ ബിന്ദു സുരേഷ് മികച്ച രണ്ടാമത്തെ നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. സംഗീത നാടക അക്കാദമിയുടെ KT മുഹമ്മദ് തിയേറ്ററിൽ ഈ മാസം 26 മുതൽ 30 വരെ നടന്ന മത്സരത്തിൽ 10 നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങൾ ജൂൺ 1 സമാപിക്കും. ഞായറാഴ്ച വൈകുന്നേരം 4 ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന സമാപന സമ്മേളനം മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ആദ്യകാല കുടിയേറ്റക്കാരോടൊപ്പം പാല, രാമപുരം പ്രദേശങ്ങളിൽ നിന്ന് ഇഞ്ചക്കുണ്ടിൽ എത്തിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ചടങ്ങിൽ മന്ത്രി R ബിന്ദു ആദരിക്കും. TJ സനീഷ് കുമാർ ജോസഫ് MLA സോവനീർ പ്രകാശനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ ഇടവക വികാരിയും സംഘാടക സമിതി രക്ഷാധികാരിയുമായ ഫാദർ സെബിൻ എടാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് ഫാദർ ബാബു ചേലപ്പാടൻ രചനയും ജോണി മലയാറ്റൂർ സംവിധാനവും നിർവഹിച്ച ഇഞ്ചക്കുണ്ട് കലാവേദിയുടെ തച്ചിൽ മാത്യു തരകൻ എന്ന നൃത്ത സംഗീത നാടകം അരങ്ങേറും. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പറപ്പൂക്കര സ്വദേശിനി ഗംഗ ഗോപിയെ കൊളത്തൂർ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ആദരിക്കും. വൈകിട്ട് 4 കൊളത്തൂർ കാവല്ലൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനാകും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വിഷൻ പുതുക്കാട് നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം 2025 അപേക്ഷ ക്ഷണിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ TVയുടെ കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്നും 10-12 ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ മുഴുവൻ A+, A1, ഗ്രേഡ് 1 വിജയം നേടിയ വിദ്യാർത്ഥികൾ ജൂൺ 15 മുൻപായി മാർക്ക് ലിസ്റ്റ് സഹിതം കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററുടെ പക്കൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണ്. ചെമ്പൂച്ചിറ GHS സ്കൂളിൽ സ്വീപ്പർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി തിങ്കളാഴ്ച 2 സ്കൂളിൽ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഫോൺ 0480278035. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. ചെങ്ങാലൂർ പൊന്തേക്കൻ പോൾ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 സ്നേഹപുരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. ചെമ്പൂച്ചിറ മാനാഞ്ചേരി സുധാകരൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അംബികയാണ് ഭാര്യ. സുബിൻ, സുബിത എന്നിവർ മക്കളും ശ്യാംലാൽ മരുമകനുമാണ്. പുതുക്കാട് കാഞ്ഞൂപ്പാടം തട്ടിൽ റപ്പായി ഭാര്യ അൽഫോൻസ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുരുക്കുങ്ങൽ കല്ലമ്പി പത്രോസ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുരുക്കുങ്ങൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ദേശീയപാതയിൽ അമിതഭാരം കയറ്റിവന്ന് അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. 20,000 രൂപ പിഴ ഈടാക്കി തൃശൂർ RTO എൻഫോഴ്സ്മെന്റ്. അമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്നത് മൂലം ഗതാഗതക്കുരുക്ക് പതിവായ സാഹചര്യത്തിൽ ടോൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഇടക്കാല ഹർജി ജൂൺ 2 ഹൈക്കോടതി വാദത്തിനെടുക്കും. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റത്തൂർ പാലം അപകടാവസ്ഥയിൽ. പാലം ബലപ്പെടുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ.
NCTV വാർത്താ തുണയായി മുപ്ലിയം സ്വദേശിനി കല്യാണിക്ക് ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക തൊഴിലാളി ക്ഷമനിധി ആനുകൂല്യത്തിന്റെ രണ്ടാം ഗഡു അനുവദിച്ചു കിട്ടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.